അപ്പം കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ സ്കൂളിൽ പോയപ്പോൾ ദൂരെ ഒരു മരത്തിൽ ചുവന്ന പഴങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ പറിച്ചതില്ലേ, അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പിലിട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. എന്നിട്ട് ഞാനത് പിന്നെ നോക്കിയിട്ടേ ഇല്ല. പുറത്ത് വെച്ചതല്ല, ഫ്രിഡ്ജിനകത്ത് വെച്ച്. അപ്പോൾ നമ്മൾ പുറത്ത് ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കുകയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ അതിന് പൂപ്പലൊക്കെ വരും. അത് പേടിച്ച് ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ വെച്ച്. എന്തായാലും 3 ദിവസം കൊണ്ട് അത് കഴിക്കില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പം കുറച്ച് ദിവസമായി, ഏതാണ്ട് 3-4 ദിവസമായെന്ന് തോന്നുന്നു. എന്നിട്ട് അതെന്ത് ചെയ്തു, ഇപ്പം അത് എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഇതുവരെ ഉപ്പിലിട്ടിട്ട് ഇത് കഴിച്ചിട്ടില്ല. പക്ഷെ അതിൽ ഞാൻ സാധാരണ ഉപ്പിലിടുമ്പോൾ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഉപ്പിലിടുന്ന സമയത്തേക്ക് ചെറു ചൂടുള്ള വെള്ളം ഒഴിക്കുന്നത്. പിന്നെ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ആറ്റുന്നതാണെന്നല്ല, ചൂടുവെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ഒഴിച്ചിട്ടില്ല, അങ്ങനെ ഒഴിക്കാറുമില്ല. കുറച്ച് വിനെഗരും കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും. വിനെഗർ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ, വിനെഗർ. ഓക്കെ. അപ്പം അതിനകത്ത് വെച്ച് ഇപ്പം അത് ഉപ്പിലിട്ട് ഇപ്പം 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ലോണം അതിനകത്ത് വാട്ടർ കണ്ടൻറ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് ആ ജ്യൂസ്. അതൊരു തിന്നുമ്പോൾ നമ്മൾ ഫസ്റ്റ് പച്ചക്ക് തിന്നുമ്പോഴുണ്ടായാലും ഒരു പുളിപ്പില്ല, അതൊന്നും ഇതിനകത്തില്ല. നല്ല അടിപൊളി. പിന്നെ ഇതിനകത്ത് 3 സീഡുണ്ട്, 3 കുരു. തോന്നുന്നു കുരു തന്നെയാണ് ഒരു 75% അതിനകത്തുള്ളത്. അതിന് കവർ ചെയ്യുന്ന കുറച്ചൊരു പഴുപ്പ്, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് സംഭവം. ഞാൻ ChatGPTയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ പറയുക, അത് ചെറി ടൈപ്പിൽ പെട്ടതാണ്. ഇത് ഈ ഡെസേർട്ടിനൊക്കെ യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അയ്യോ, കാക്ക ഒരു ഭാഗത്ത്, കോഴി ഒരു ഭാഗത്ത്, എന്തോന്നടോ. അപ്പോൾ ഈ ഡെസേർട്ടിന് പിന്നെ നോക്ക്, ഡെസേർട്ടിന് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഈ പഞ്ചസാര ലൈനിലിട്ടിട്ട് അത് സോക്ക് ചെയ്യുമോ. പിന്നെ അതേപോലെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ